എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബൈ. ഈ ചർച്ചയിൽ വളരെ ഗൗരവതരമായ ഒരു വിഷയമുണ്ട്, അതിനെ നിങ്ങൾ പിടിക്കുന്നില്ല. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. കേരളത്തിൽ കിഫ്ബി മുഖാന്തരം നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള ഗൂഢാലോചനയുണ്ട്, അതിലെ അധികാര ദുർവിനിയോഗമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാരത്തിന്റെ RSSന്റെ വിനീത വിധേയ ഭൃത്യനായ ഒരാളെ CNDG വെച്ച് നടത്തുന്ന രാഷ്ട്രീയ അട്ടിമറിയുണ്ട്. ഇതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. നിന്റെയൊക്കെ കോപ്രായത്തിൽ തൂങ്ങാൻ വേറെ ആളെ നോക്കി. ശ്രീ സ്വരാജ്, ഒരു കാര്യം ഞാൻ അത് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കാം. ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം തുടക്കത്തിൽ വ്യക്തമാക്കിക്കൊള്ളട്ടെ. കഴിഞ്ഞ 3 ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടല്ലോ. ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് അടുത്ത ചോദ്യം ചോദിക്കൂ, അതാണ് മര്യാദ. എന്താ നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഗൗരവതരമായ പ്രശ്നം കേരളത്തിന്റെ മുന്നിലുണ്ട്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ആ സമയത്ത് നിങ്ങൾ ചോദിക്കുകയാണ്, അന്തിമ റിപ്പോർട്ട് കരടെന്ന് പറഞ്ഞത് ശരിയാണോ, ഇത് കൗശലമാണോ, ഇത് മന്ത്രിക്ക് അറിയാൻ പറ്റാത്തതാണോ? അത് മന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞെന്നേ. മന്ത്രി വിശദീകരിച്ചതിനേക്കാൾ കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആര്? അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വിമർശിക്കാം. അദ്ദേഹം പറഞ്ഞു ഉത്തമ ബോധ്യത്തിലാണ് പറഞ്ഞത്, അതിന് അദ്ദേഹം അതിന്റെ ന്യായം പറഞ്ഞു. സാധാരണ കരട് റിപ്പോർട്ടിൽ ഇല്ലാത്തൊരു കാര്യം അന്തിമ റിപ്പോർട്ടിൽ വരാറില്ല. ഉള്ളത് ഇല്ലാതെ വരാം, പക്ഷെ പുതിയൊരു സംഗതി വരാറില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായില്ലോ? ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. അപ്പൊ ഇത് കരടാണ് എന്ന ധാരണയിൽ അദ്ദേഹം പറഞ്ഞു. ഇനി കരടല്ല, അന്തിമം ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നു ചട്ടലംഘനം നിയമസഭ പരിശോധിക്കട്ടെ എന്ന്. അങ്ങനെ ഒരു ചട്ടലംഘനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമസഭ പരിശോധിക്കട്ടെ, ഉചിതമായ തീരുമാനവും എടുക്കട്ടെ. ആ തർക്കത്തിന് ഞാനില്ല. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അന്തിമമോ കരടോ ഇല്ല. മന്ത്രി തന്നെ വിശദീകരിച്ചു, അത് കരടാണ് എന്ന ബോധ്യത്തിലാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം മന്ത്രി ആ വിശദീകരിച്ചതിനേക്കാൾ കൂടുതൽ മറ്റൊരു കാര്യം എനിക്ക് പറയാനില്ല. ഓമനക്കുട്ടൻ അത് അത്ര സന്തോഷമായിട്ടല്ല പറഞ്ഞത്. അല്ല, എനിക്കെന്താ സന്തോഷക്കുറവ്? മറിച്ച് താങ്കൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിനെ വകവെച്ച് തന്നതാണ്. താങ്കൾ അങ്ങനെ വിശ്വസിച്ചോളൂ. ശരി, ഇനി ഞാനൊരു കാര്യം പറയട്ടെ സ്വരാജ്. ഈ കഴിഞ്ഞ 3 ദിവസവും, അതായത് 14, 15, 16 തീയതികളിൽ ന്യൂസ് അവർ ചർച്ച ചെയ്തത് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുന്നോട്ട് വെച്ച വാദത്തിൽ ഊന്നിക്കൊണ്ട് കിഫ്ബി നടപ്പാക്കുന്ന വികസന പദ്ധതികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടോ, കിഫ്ബിയിൽ ധനമന്ത്രി അവകാശപ്പെടുന്നത് പോലെ ഈ CNDG മുന്നോട്ട് ചൂണ്ടിക്കാട്ടി എന്ന് പറയുന്നതിന് വസ്തുതയുമായി പൊരുത്തമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ 3 ദിവസവും, ഇന്നു മാത്രമാണ് അത് അന്തിമ റിപ്പോർട്ടാണ് എന്നുള്ള വാദം സ്ഥിരീകരിക്കപ്പെടുന്നത്. അതിനു മുമ്പ് 3 ദിവസവും കിഫ്ബിയുടെ പേരിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളിൽ ധനമന്ത്രി മുമ്പോട്ട് വെച്ച വാദങ്ങളെ ഉത്തമ വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞു ധനമന്ത്രി ഇന്ന് കാര്യം വിശദീകരിച്ചു എന്ന് പറഞ്ഞു. ധനമന്ത്രിയുടെ വിശദീകരണത്തിൽ കുറച്ച് സംശയങ്ങളും പൊരുത്തക്കേടുകളും ഉണ്ട്. അത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സർക്കാരിനെ നയിക്കുന്ന CPMന്റെ പ്രതിനിധിയായ താങ്കളോടല്ലാതെ ഞാൻ ആരോടാണ് ആരായേണ്ടത്? സന്തോഷായി, നല്ല സന്തോഷം. ഞാൻ പറയുന്നത് മന്ത്രി ആ കാര്യത്തിൽ വിശദീകരിച്ച കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മന്ത്രി വിശദീകരിച്ചപ്പോൾ അതിൽ സംശയമുള്ള പല കാര്യങ്ങളും മാധ്യമപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. ഇനി താങ്കളുടെ വിഷയത്തിന്റെ പാത്രമായിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ഏതായാലും കള്ളി വെളിച്ചത്തായി, ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ഇന്ന് നിങ്ങൾ ഇവിടെ നേരത്തെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തതും ഇന്ന് ഞാൻ വായിച്ച പ്രമുഖ മലയാള പത്രങ്ങളിൽ കണ്ടതും 6-ാം തീയതി ഇത് സബ്മിറ്റ് ചെയ്തിരുന്നു എന്ന് CAGയുടെ വാർത്താക്കുറിപ്പാണ്. ശരിയാണല്ലോ? ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. ആ വാർത്താക്കുറിപ്പ് 11-ാം തീയതി പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പാണ്. 14-ാം തീയതിയാണ് മന്ത്രിയുടെ വാർത്താ സമ്മേളനം. 11-ാം തീയതി നിങ്ങളുടെ ചാനലിന് ആ വാർത്താക്കുറിപ്പ് കിട്ടിയിരുന്നോ? മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഞാൻ മാധ്യമങ്ങളിലൂടെ അത് മനസ്സിലാക്കുന്നത് ഇന്നലെ വൈകിട്ട് ചർച്ച നടക്കുമ്പോൾ ചാനലുകളിൽ ചിലതിൽ കണ്ടു, ഇന്ന് ദിനപത്രങ്ങളിലും കണ്ടു. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? അപ്പൊ 11-ാം തീയതി ഡേറ്റ് ഇട്ട് പുറപ്പെടുവിച്ച പ്രസ് നോട്ടാണെങ്കിൽ അത് കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് പ്രാധാന്യമില്ലെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ എന്തു കരുതിയിട്ടോ ഇന്നലെ വരെ ദൃശ്യമാധ്യമങ്ങളും ഇന്ന് പുറത്തിറങ്ങുന്നവരെ പത്രമാധ്യമങ്ങളും മറച്ചു വെച്ചു എന്നാണോ കാണേണ്ടത്? അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം? അതോ 11-ന്റെ ഡേറ്റ് ഇട്ടിട്ട് 14, 15, 16 തീയതികളിൽ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ രൂപപ്പെട്ട ജനകീയ അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിൽ തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങും. ഇന്നലെ 11-ന്റെ ഡേറ്റ് ഇട്ടിട്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയതാണോ? അങ്ങേക്ക് ഒരു സംശയ കാര്യത്തിലില്ലല്ലോ. അല്ല, എന്റെ ഒരു സംശയം, സംശയം എന്താണ്? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഞാൻ പറയുന്നത് ഇത് 11-ാം തീയതി തന്നെ മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാണെന്ന് അങ്ങ് പറഞ്ഞാൽ ഞാനത് പിൻവലിക്കാം, എനിക്കത് മനസ്സിലാവും.
എനിക്കത് ബോധ്യമാവും. അല്ല, സ്വരാജിന്റെ സംശയമാണ് ഞാൻ ചോദിച്ചത് എന്താണെന്നുള്ളത്. എന്ത് സംശയമാണ് അതിൽ കാണുന്നത്? ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് 14-ാം തീയതി മന്ത്രിയുടെ വാർത്താ സമ്മേളനവും തുടർ ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ച ചർച്ചകളും കേരളത്തിൽ നടന്ന പശ്ചാത്തലത്തിലാണല്ലോ 16-ാം തീയതി ഈ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നത്. അങ്ങനെ വേണമല്ലോ ധരിക്കാൻ. അവന്റെ സമനില തെറ്റിയിരിക്കുക. ആ വാർത്താക്കുറിപ്പിൽ 11 ഡേറ്റ് ഇട്ടത്. ഇതിനെ സംബന്ധിച്ച് എന്റെ സംശയം എന്താണെന്ന് അങ്ങേക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ചർച്ച കേൾക്കുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറയാം, മന്ത്രി കള്ളം പറഞ്ഞു. അല്ല, അതിലെന്റെ ഒരു സംശയം, അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് വന്നതുകൊണ്ടോ വരാതിരുന്നത് കൊണ്ടോ അന്തിമ റിപ്പോർട്ട് കരട് റിപ്പോർട്ടോ കരട് റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടോ ആയി മാറുമോ? അതെല്ലാം പറയേണ്ടത് തുടർച്ചയായി വാർത്താ സമ്മേളനം നടത്തട്ടെ. CAG പുതിയ കീഴ്വഴക്കങ്ങളല്ലേ, അവരാണല്ലോ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്ത് അവരാണല്ലോ വിശദീകരണവുമായിട്ട് വരുന്നത്. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് CAG അവതരിക്കും നമ്മൾ കാണുകയാണല്ലോ. ഇത് കണ്ടക ശനി കൊണ്ടേ പോകും. അല്ല, CAG വാർത്താ സമ്മേളനം നടത്താറുള്ളത് നിയമസഭയിൽ ഇത് ടേബിൾ ചെയ്തതിന് ശേഷമെന്നാണ് എന്റെ ബോധ്യം. ഞാൻ കുറച്ചു കാല റിപ്പോർട്ടിങ്ങിലുള്ള എന്റെ അറിവ് വെച്ചിട്ടും അങ്ങനെയാണ്. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു വാർത്താക്കുറിപ്പ് CAG ഇറക്കിയത് കൊണ്ടോ ഇറക്കാതിരുന്നത് കൊണ്ടോ സഭയ്ക്ക് ടേബിൾ ചെയ്യാൻ വേണ്ടി കൊടുത്ത സഭയുടെ പ്രോപ്പർട്ടിയായി മാറിക്കഴിഞ്ഞാൽ അന്തിമ റിപ്പോർട്ട് കരട് റിപ്പോർട്ടായിട്ടോ കരട് റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടായിട്ടോ മാറിപ്പോകുമോ? അല്ല, ഞാൻ എൻ്റെ സംശയം ചോദിക്കുന്നു. അങ്ങേ പോലെ നിഷ്കളങ്കമായി ഞാൻ ചോദിക്കുന്നു, 16-ാം തീയതി നിങ്ങൾ പുറത്തുവിട്ട CAG വാർത്താക്കുറിപ്പിൽ ഡേറ്റ് 11 ആയത് എങ്ങനെയായിരിക്കും? അങ്ങേക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? PIBയിൽ നിന്ന് ഞങ്ങൾക്ക് ആ വാർത്താക്കുറിപ്പ് കിട്ടിയ ഇന്നലെയാണ്. അത് CAG വിശദീകരിക്കേണ്ട കാര്യമാണ്. അത് ഒരു വാർത്താ മാധ്യമം അല്ലല്ലോ മറുപടി പറയേണ്ടത്. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നീ. അത് ശരി, നിങ്ങൾ വിശദീകരിക്കണ്ട. നിങ്ങളത് 11 കിട്ടിയതാണെങ്കിൽ മാത്രം വിശദീകരിച്ചാൽ മതി. നിങ്ങൾക്ക് 16 കിട്ടിയത്. അല്ല, അത് 11 ഡേറ്റ് ഇട്ടിട്ടുള്ളത്. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? ശ്രീ സ്വരാജ്, എന്തായാലും ഈ 14-ാം തീയതി മുതൽ ധനമന്ത്രിയുടെ പിന്നാലെ ഇത് കരടാണോ ഒറിജിനൽ ആണോ എന്ന് ചോദിച്ച് നടക്കുന്ന ഞങ്ങൾ ഒരു വാർത്താക്കുറിപ്പ് കിട്ടിയിട്ട് അത് പൂഴ്ത്തിവെക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഞാൻ പൂഴ്ത്തിവെച്ചു എന്ന് ആക്ഷേപിച്ചതല്ല, എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും, ഞാൻ ആദ്യം പറഞ്ഞു അതിന് പ്രാധാന്യമില്ലെന്ന് കരുതിയോ മറ്റോ എന്തുകൊണ്ടോ ആവട്ടെ, നിങ്ങളത് പുറത്തുവിടാത്തതാണെങ്കിൽ എനിക്കത് മനസ്സിലാവും. അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് വ്യക്തമാണ്. അങ്ങനെ അല്ല എന്ന് അങ്ങ് ഇപ്പോൾ വ്യക്തമാക്കി. അപ്പോഴാണ് എൻ്റെ ഈ സംശയം വരുന്നത്. 1, അത് ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. 2, ഈ കള്ളം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് കള്ളങ്ങളുണ്ട്. അതുപോലെയാണോ ഇത്? 10ാം ക്ലാസ് പാസ്സായോ എന്ന് സംശയമുള്ള ആള് ഡിഗ്രി പാസ്സായി എന്ന് പറഞ്ഞിട്ട് ആ യൂണിവേഴ്സിറ്റി ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കള്ളം ഇന്ത്യ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇന്ത്യയിൽ ഇങ്ങനെ പ്രചരിക്കുന്നു. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. വളരെ എളിയ നിലയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് സ്ഥിരോത്സാഹം കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തി എന്നൊരു ഇമേജ് ജനങ്ങളുടെ മുൻപാകെ കെട്ടിപ്പടുക്കാൻ വേണ്ടി 10ാം വയസ്സിൽ വട്നഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്നിട്ടുണ്ടെന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. 1950 അദ്ദേഹം ജനിച്ചത്. 10ാം വയസ്സ് എന്ന് പറയുമ്പോൾ 960 ആയിരിക്കണം. ആ വട്നഗർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് 1973. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കള്ളം നമ്മുടെ മുമ്പിലുണ്ട്. ആ കള്ളങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കേട്ടിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഇതാ എല്ലാവരും കള്ളം പറയുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ ആ ഒരു ശ്രമത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്. മനുഷ്യനായ മന്ത്രി പറഞ്ഞതേ എനിക്ക് ആവർത്തിക്കാനുള്ളൂ. അദ്ദേഹത്തിന്റെ ബോധ്യം അങ്ങനെയായിരുന്നു. ആ ബോധ്യം അങ്ങനെ ആവാനുള്ള കാരണം കരട് റിപ്പോർട്ടിൽ സാധാരണഗതിയിൽ ഗവൺമെന്റുമായിട്ടുള്ള ചർച്ചകളിൽ വരാത്ത പുതിയൊരു പരാമർശം അന്തിമ റിപ്പോർട്ടിൽ വന്ന് കാണാറില്ല. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ഇതങ്ങനെ വന്നപ്പോൾ കരടായിരിക്കുമെന്ന് കരുതി അതിന് കിഫ്ബി മറുപടി തയ്യാറാക്കുകയാണ് ചെയ്തത്. അത് കരടാണ് എന്ന് കരുതിയിട്ടല്ലേ കിഫ്ബി മറുപടി തയ്യാറാക്കി. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ. അല്ലെങ്കിൽ ആ ഒരു നടപടിക്രമത്തിലേക്ക് പോവില്ലല്ലോ. അതിൽ പെശക് പറ്റിയിട്ടുണ്ടോ, ശ്രദ്ധക്കുറവ് പറ്റിയിട്ടുണ്ടോ, തെറ്റിപ്പോയിട്ടുണ്ടോ, അത് നമ്മൾ നിയമസഭ പരിശോധിക്കട്ടെ. ചട്ടലംഘനം ഉണ്ടെങ്കിൽ നടപടിയും സ്വീകരിക്കട്ടെ. കുറ്റസമ്മതം നടത്തി അല്ലേ? അതിലൊന്നും എതിർപ്പില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാനിത് തുടക്കത്തിലെ പക്ഷെ എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. 9 വർഷം ധനമന്ത്രിയായിരുന്ന അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധനായ PSCയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിന് ഈ റിപ്പോർട്ട് കാണുമ്പോൾ അത് അന്തിമ റിപ്പോർട്ടാണോ കരട് റിപ്പോർട്ടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണോ? അതെ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉന്നയിക്കുക, അതിന്മേൽ ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. നിർഭാഗ്യവശാൽ എന്റെ ആവശ്യം അതല്ല. നീ ഒന്നും പണയണ്ട. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി
താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഓ ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.